നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മിന്നും പ്രകടനമാണ് ഇന്നലെ ഹുലിയൻ ആൽവാരസ് നടത്തിയത്. 5-2 അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ പരാജയപ്പെടുത്തി. ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും ഹുലിയൻ ആൽവാരസിൻ്റെ വകയുണ്ടായിരുന്നു. ഇപ്പോൾ കളിക്ക് ശേഷം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നൊരു വാർത്തയുണ്ടല്ലോ, ഹുലിയൻ ആൽവാരസ് സീസൺ കഴിഞ്ഞാൽ ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യും, ബാഴ്സയുടെ ടോപ്പ് ടാർഗറ്റാണ് ഹുലിയൻ ആൽവാരസ് എന്നുള്ളത്. അത് അദ്ദേഹത്തോട് തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നതല്ല, എല്ലായിടത്തും ഉള്ള ഇങ്ങനെ ഏറി നിൽക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരെ താരത്തോട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ ആം വെരി ഹാപ്പി ഹിയർ. ഇവിടെ ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ ഒരിക്കലും ബാഴ്സലോണയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോകുന്നെന്നോ പോകുന്നില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലിയ രൂപത്തിൽ ഇങ്ങനെ ഓരോരുത്തർ പ്രചരിപ്പിക്കും. ചില കമൻറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും പ്രചരണങ്ങൾ. പക്ഷേ ഞാനിവിടെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇയറിൽ ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അടുത്ത വർഷം ഞാനിവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ യെസ് ആവാം, ഇറ്റ് കുഡ് ബി നോ, ചിലപ്പോൾ ഇല്ലയെന്നാവാം. ആസ് ഓഫ് ടുഡേ ഐ ആം ഹാപ്പി. ഇന്നത്തെ കാര്യം ചോദിച്ചാൽ ഞാനിവിടെ ഹാപ്പിയാണ് എന്നാണ് ഹുലിയൻ ആൽവാരസ് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതിൽ വരികൾക്കിടയിൽ വായിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യം പിടികിട്ടും. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയിട്ട് വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്ന് തന്നെ കൃത്യമായിട്ട് ഹുലിയൻ ആൽവാരസ് വിശദീകരിച്ച് പറയുകയാണ്. അപ്പം ഹുലിയൻ ആൽവാരസിൻ്റെ ഒരു നിലപാട് അതാണ്. ഒരു പക്ഷേ താൻ ബാഴ്സയിലേക്ക് പോവുകയോ ഇല്ലയോ, നോ, യെസ് ഒന്നും പറയുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടർന്നേക്കാം, അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് പോയേക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ വർഷം ഇവിടെ എന്ത്, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ ഹാപ്പിയാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 2 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. 2 ഷോട്ടുകൾ തീർത്തു. 2 ഓൺ ടാർഗറ്റായിരുന്നു. 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 25 പാസുകൾ 22 ലക്ഷ്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ 88% പാസിംഗ് ആക്യുറസി. 2 ഫൗൾസാണ് അദ്ദേഹം സഫർ ചെയ്തത്. 5 തവണ അദ്ദേഹം ബോൾ റിക്കവർ ചെയ്തെടുത്തു. 10-ൽ 10 അദ്ദേഹത്തിന് ലഭിച്ച റേറ്റിംഗ്. സോ അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. പൊളിച്ചടുക്കിയ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.